എന്നിട്ട് ഇവളും പറയുന്നത് വിശ്വസിച്ച് ഇവൾക്ക് സാരോപദേശവും കൊടുത്ത് നടന്ന അവസാനം പിരുവഴിയാവും കിട്ടുക. അതുകൊണ്ട് സൂക്ഷിച്ചോ. ഞാൻ ഇതിനൊന്നും ഇപ്പൊ മറുപടി പറയുന്നില്ല. അവസരം വരുമ്പോ തെളിവ് സഹിതം പറയാം. അതുവരെ രണ്ടുപേരും അടയും ചക്കരയും പോലെ ഇരുന്നോ. അവൾക്കിപ്പോ പറയാനും നമ്മുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും ആയുധമൊന്നും കയ്യിലില്ല. അതാ പെട്ടെന്ന് പോയത്. ഇവിടെ ഈ രീതിയിൽ കാര്യങ്ങൾ തുടർന്നാൽ ഉടനെ ഒരു യുദ്ധം ഉണ്ടായേക്കാം. അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നീ അതിൽ നിന്ന് ഒളിച്ചോടരുത് മോളെ. നിനക്ക് സാരഥിയായി ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നീ മീരെ കണ്ടായിരുന്നോടാ? കണ്ടിരുന്നു. എന്നോട് തൽക്കാല സഹായമൊന്നും വേണ്ട, തിരിച്ചു പോയിക്കോളാനാ മീര പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞോ? ഇപ്പോ അവൾക്ക് നിന്റെ സഹായം വേണ്ട. ഒരു പ്രശ്നം വന്നപ്പോ അത് പരിഹരിക്കാൻ നീ വേണമായിരുന്നു. എന്നിട്ട് അതിന്റെ പേരിൽ വിഷമിച്ചത് നമ്മളും. ഇപ്പൊ അവൾക്ക് സഹായവും വേണ്ട. അമ്മ എന്തിനാ എല്ലാം ഇങ്ങനെ നെഗറ്റീവായി കാണുന്ന? വിശാലേട്ടനൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയായിരിക്കും മീര അങ്ങനെ പറഞ്ഞു. ആ, നിനക്കുള്ള ബോധം പോലും നിന്റെ അമ്മയ്ക്കില്ല. ആരെന്ത് ചെയ്താലും അതിന്റെ മോശം മാത്രമേ നിന്റെ അമ്മ കാണൂ. ഇപ്പൊ മീര വിശാലിനോട് സഹായം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടിയാ മീര അങ്ങനെ പറഞ്ഞെന്ന് ഇവള് പറയും. ആ അതെ പറയും. അതിലിപ്പോ എന്താ? എനിക്ക് എന്റെ മക്കളുടെ ഭാവി സുരക്ഷയാണ് വലുത്. എന്റെ അമ്മേ, മീര അത് എന്നോട് പറഞ്ഞതിൽ എനിക്ക് അവളോട് യാതൊരു പിണക്കവും ഇല്ല. അവൾ ഉദ്ദേശിച്ചത് എന്റെ സേഫ്റ്റി ആണെന്ന് വിദ്യയെ പോലെ തന്നെ എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവള് സമ്മതിച്ചില്ലെങ്കിലും അവളെ ഹെൽപ്പ് ചെയ്യാനാ എന്റെ തീരുമാനം. ഗുഡ്, നന്നായടാ. നീ എല്ലാത്തിനും മീരയോടൊപ്പം നിൽക്കണം. വിദ്യയെ പോലെ തന്നെയാണ് നിനക്ക് മീരയും. എനിക്കറിയാച്ച. അതെ, നീ അവളെ സഹായിക്കാനൊന്നും നിൽക്കണ്ട വിശാലെ. നീ മര്യാദയ്ക്ക് തിരിച്ചു പോ. ഇതെന്താ അമ്മേ? അല്ലെങ്കിൽ ഞാനവിടെ നിൽക്കുന്നില്ലെന്നായിരുന്നല്ലോ അമ്മയുടെ പരാതി. നീ ഇവിടെ നിൽക്കണ്ട. തൽക്കാലം കുറച്ചു കാലത്തേക്ക് നീ നാട്ടിലേക്ക് വരികയും വേണ്ട. അമ്മയ്ക്ക് പേടിയാണ് ഏട്ടാ, അതാ ഓടിക്കാൻ നോക്കുന്നത്. അങ്ങനെ അങ്ങ് പേടിച്ചാൽ എങ്ങനെയാ? അല്ലെങ്കിലും പേടിച്ചൊളിച്ചോടാൻ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനിത് എത്ര തവണ ധന്യയോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാണെന്ന് അറിയാവോ? പക്ഷെ നിന്റെ അമ്മയുടെ തലയിൽ ഒന്നും കയറില്ല. എന്റെ ധന്യെ, നാളെ നമുക്കോ വിദ്യക്കോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ ഇവനെ ഇങ്ങനെ ഓടിച്ചു വിടുവോ? ഇല്ലല്ലോ. അതുപോലെയാണോ ഇത്? വിദ്യക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ മീരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വിദ്യയെ വിശാലിന്റെ സ്വന്തം പെങ്ങളാ. പക്ഷെ മീര അങ്ങനെയല്ല. ധന്യ, നിന്റെ ഈ വേർതിരിവ് ശരിയല്ല. എന്താ ശരിയല്ലാത്തത്? മീര നിങ്ങളുടെ മരിച്ചുപോയ പെങ്ങളുടെ മോളായിരിക്കാം. എനിക്കത് കാര്യമാക്കേണ്ടതില്ല. അതിനുവേണ്ടി എന്റെ മക്കളെ അപകടത്തിലേക്ക് തള്ളിവിടാനും പറ്റില്ല. അമ്മ എന്തൊക്കെ ന്യായം പറഞ്ഞാലും എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന മാത്രമേ ഞാൻ ചെയ്യൂ. അതെ, നിനക്ക് എല്ലാത്തിനും തന്നെ ഇഷ്ടമാണല്ലോ. അങ്ങനെ കാണിച്ചു കൂട്ടുന്നതിന്റെ ഈ അനുഭവിക്കുന്നത് മുഴുവൻ. വീട്ടിലെന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ ഇവിടെ നിൽക്കാനോ ആ കാര്യം ചെയ്യാനോ മടിക്കുന്നവനാ മീരയ്ക്ക് വേണ്ടി ഇപ്പൊ നിൽക്കുന്നത്. അതെ, നിന്റെ വണ്ടി കൂട്ടാന്റെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത്? അത് പോയി എടുക്കാതെ. അതൊക്കെ ഞാൻ എടുത്തോളാം. അതിനെക്കുറിച്ച് ഓർത്തൊന്നും അമ്മ ടെൻഷൻ ആവണ്ട. അല്ലെങ്കിലും ടെൻഷൻ മുഴുവൻ എനിക്കല്ലേ. നിങ്ങൾ അച്ഛനും മക്കൾക്ക് ഒരു കാര്യത്തിലും ടെൻഷൻ ഇല്ലല്ലോ. വിദ്യ കണ്ടോ, ഇത്രയും പ്രായമായി അവൾക്ക്. ഒരു വിവാഹം ആലോചിക്കണമെന്ന ചിന്ത അച്ഛനും ആങ്ങളൊക്കെ ഉണ്ടോ? അമ്മേ, ഈ വിഷയം നമ്മൾ കുറെ ചർച്ച ചെയ്തതാ. എനിക്ക് വിവാഹം കഴിക്കേണ്ട സമയമാകുമ്പോ ഞാൻ പറയും. ആ സമയം ആലോചിച്ചാ മതി. തൽക്കാലം എനിക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ട്, എനിക്കത് നേടണം. ഇപ്പൊ വിദ്യയുടെ കാര്യത്തിൽ നിനക്കൊരു തീരുമാനമായല്ലോ. ഇനിയിപ്പോ എന്താ നിന്റെ അടുത്ത പ്രശ്നം? അതെ, നിങ്ങൾ എന്നെ കളിയാക്കണ്ട. എനിക്കിതൊക്കെ പ്രശ്നം തന്നെയാ. ഇവൾക്ക് വിവാഹം വേണ്ട, ശരി, സമ്മതിച്ചു. പക്ഷെ ഇവനോ? വിശാലിനൊരു കുടുംബം വേണ്ടേ? അതോ ഇവനെ എന്നും ഇങ്ങനെ അയച്ചു വിടാനാണോ ഉദ്ദേശം? ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല. മോനെ, നീ പറഞ്ഞു കൊടുക്കടാ. അമ്മേ, തൽക്കാലം ഉടനെയൊന്നും ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാത്തതാണ് അമ്മയുടെ പ്രശ്നം. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ എന്റെ ഭാര്യയാവും പ്രശ്നം. വെറുതെ എന്തിനാ അമ്മായിയമ്മ പോരിനുള്ള വഴി ഇപ്പോഴേ നോക്കുന്നത്?
എന്തിനാ ചിരിക്കുന്നേ? ഏയ് വെറുതെ. ഞാനെന്താടാ നിന്റെ ഭാര്യ വന്ന ഉടനെ പോരെടുക്കാനിരിക്കാണോ? എന്റെ അമ്മ എനിക്ക് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ നിനക്ക് വിവാഹം വേണ്ട അല്ലേ? അങ്ങനെ ആര് പറഞ്ഞു? വിദ്യയുടെ അതേ അഭിപ്രായമാണ് എനിക്കും. കല്യാണം കഴിക്കാറായെന്ന് തോന്നുമ്പോ ആദ്യം അത് ഞാൻ എന്റെ അമ്മയോട് തന്നെ പറഞ്ഞോളാം. തൽക്കാലം ആരെതിർത്താലും മീരയെ ഞാൻ എന്നാൽ കഴിയും വിധം സഹായിക്കും. എനിക്കതിന് അവളുടെ പോലും സമ്മതം ആവശ്യമില്ല. അതെ, നീ എന്തെങ്കിലും ചെയ്. പറഞ്ഞ കേൾക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ ഇവിടെ അച്ഛനും മക്കൾക്കും ഇല്ലല്ലോ. വിശാൽ, നിന്റെ തീരുമാനമാണ് ശരി. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനും ഹെൽപ്പ് ചെയ്യാം. മാധവി, ഏത് സമയത്ത് നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? പിന്നെ ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്? എന്റെ മോന്റെ കാര്യം ആലോചിക്കുമ്പോ എന്റെ ശരീരം തളർന്നു പോവുകയാണ്. ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ചേച്ചിക്കറിയാലോ, ദേവേട്ടൻ പോയതിനു ശേഷം ഞാൻ ജീവിച്ചത് എന്റെ മക്കൾക്ക് വേണ്ടിയാ. അദ്ദേഹത്തിന്റെ മരണം എനിക്കുണ്ടാക്കിയ ആഘാതം നേരിട്ട് കണ്ട ആളല്ലേ ചേച്ചി. അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് വന്നത് ആദർശൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്ര. ആ മോനും ഇപ്പൊ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ. നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാകും, എനിക്കും വിഷമമുണ്ട്. എന്ന് കരുതി നമ്മള് ഇങ്ങനെ കരഞ്ഞു തളരുകയാണോ വേണ്ടത്? ആദർശിനെ രക്ഷിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അത് മാത്രമല്ല, അവന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? മീരമോളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മീരയെ ഒരു കുറവുമില്ലാതെ പൊന്നുപോലെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അതിന് മീരയ്ക്ക് ഒരു കുറവും വരുത്തുന്നില്ലല്ലോ. അവക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. ഉണ്ടെന്ന് നിനക്കുറപ്പാണോ? ചേച്ചി എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. അതെ, അഭിരാമിയുടെ മീരോടുള്ള പെരുമാറ്റം തീരെ ശരിയല്ല. അതിന് അഭി എന്താ ചെയ്തത്? കണ്ണടച്ച് ഇരുട്ടാക്കരുത് മാധവി. നിനക്ക് നന്നായിട്ടറിയാമല്ല. എല്ലാം നിന്റെ കൺമുന്നിൽ വെച്ചാ ഉള്ളതും ഇല്ലാത്തതുമായ ഓരോ കാര്യങ്ങൾ വലുതാക്കി അഭി മീരയോട് വഴക്കുണ്ടാക്കുന്നു. മീരയുടെ സ്ഥാനത്ത് വേറെ ആരായാലും ഇതൊന്നും അല്ല ഇവിടെ സംഭവിക്കുന്നത്. അഭി പറയുന്ന പല കാര്യങ്ങളും ആദ്യം എനിക്കും ശരിയായി തോന്നിയിരുന്നില്ല. ഞാൻ വിമർശിച്ചത് മുഴുവൻ അഭിയായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ ഓരോ കാര്യങ്ങൾ നേരിൽ ബോധ്യമായപ്പോഴാണ് അഭിരാമി പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എന്ത് കാര്യം? എനിക്ക് മീരയെ നന്നായിട്ടറിയാം. ആ കുട്ടി ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ ആദർശിനെ രക്ഷിക്കാൻ വേണ്ടിയാ. അത് നീ കാണാതെ പോകരുത്. നീ അമ്മയാ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. അമ്മയെപ്പോലെ തന്നെ വിഷമം ഭാര്യയ്ക്കും ഉണ്ടാകും. വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങളെ അവര് ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ അവർ പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേ അകന്നു കഴിയേണ്ടി വന്നു. ആ കുട്ടിയുടെ വിഷമം നിനക്ക് മനസ്സിലാവില്ലേ? ആദർശ് ജയിലിൽ പോയിരിക്കുന്നത് നിസ്സാര കാര്യത്തിനല്ല, കൊലപാതക കുറ്റത്തിനാ. എന്നിട്ടും ഒരു രീതിയിലും ആദർശിനെ സംശയിക്കാതെ പൂർണ്ണമായും വിശ്വസിച്ച് ആദർശിനെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാ മീര. ആ സമയത്ത് അവൾക്ക് ധൈര്യവും സപ്പോർട്ടും കൊടുക്കേണ്ടതിന് പകരം കൂടുതൽ വിഷമിപ്പിക്കുക അഭി ചെയ്യുന്നത്. അഭിയുടെ ഈ പെരുമാറ്റത്തിന് ഒരു പരിധിവരെ നീയാണ് കാരണം. നീയായിരുന്നു അഭിയെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. ചേച്ചി എന്താ എന്നെ മനസ്സിലാക്കാത്തത്? സത്യം നീ പറഞ്ഞത്. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. നിന്റെ മകനെ നീ ശരിക്കും സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ
നീ അവന്റെ മനസ്സറിയുമായിരുന്നു അല്ലേ? ആ ജയിലഴികൾക്കുള്ളിൽ ആദർശിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മീരയുടെ ഓർമ്മകളായിരിക്കും. അഭി പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് ചേച്ചി. എന്റെ മകന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം മീരയുടെ ജാതകദോഷം തന്നെയാ. വിഡ്ഢിത്തം പറയരുത്. സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. മീരയുടെ ആദർശിന്റെ ജാതകം നോക്കിയത് ഞാനാ. ആദർശിന് ഇതുപോലെ ചേരുന്ന ഒരു ജാതകം വേറെയില്ല. അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞതാണല്ലോ. സ്വന്തം വിഷമങ്ങൾക്ക് കാരണം മറ്റൊരാളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. നീ അഭിരാമിയെ നിയന്ത്രിക്കണം. അവൾക്ക് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ അഭിയോട് സംസാരിക്കാം. അത് വേണം മാധവി. അല്ലെങ്കിൽ അത് നീ ആദർശനോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. മീരയ്ക്ക് നീ ഉണ്ടാകുമെന്ന സമാധാനമാകും ആദർശന്. ആ നീ അവളെ വിഷമിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയാണെന്ന് അറിഞ്ഞാലോ? ഞാൻ മനഃപൂർവ്വം മീരെ വിഷമിപ്പിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ചില കാര്യങ്ങൾ അഭി പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തടയാത്തതും. ഒരു പ്രശ്നം വന്നാൽ ഉടനെ വഴക്കുണ്ടാക്കി സ്വന്തം വീട്ടിലേക്ക് ഓടുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോഴാണ് മീര ഏത് വിധേനയും ആദർശിനെ രക്ഷിക്കുമെന്ന ശബ്ദവുമായി മുന്നോട്ടു പോകുന്നത്. അവളെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കണം. ഇങ്ങനൊരു കാര്യം നിന്നോട് പറയേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. മീര നിന്റെ മകളാ. ആ ചിന്തയോടെ നോക്കിയാൽ നിനക്ക് അവള് ചെയ്യുന്നതിലെ നന്മകൾ കാണാൻ സാധിക്കും. മീര പറയുന്ന എന്തൊക്കെയോ കേട്ട് ചേച്ചിക്ക് നല്ല തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കണ്ണു തുറന്നു വെച്ചാൽ കാണാവുന്ന കാര്യങ്ങളാ ഇവിടെ നടക്കുന്നത്. പലതും നീ കാണാത്തത് കണ്ണടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാ. മീരയ്ക്ക് നേരെ നീ നിന്റെ കണ്ണു തുറക്ക്. അപ്പൊ എല്ലാം ശരിയാകും. ശ്രീകൃഷ്ണായ നമഃ. ഓം കമലാനന്ദായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം സനാതനായ നമഃ. ഓം വസുദേവാത്മജായ നമഃ. ഓം പുണ്യായ നമഃ. ഓം ലീലാമാനുഷവിഗ്രഹായ നമഃ. ഓം ശ്രീവത്സ കൗസ്തുഭധരായ നമഃ. ഓം യശോദവത്സലായ നമഃ. ഓം ഹരായ നമഃ. ഭഗവാനെ കൃഷ്ണ, ആദർശനെ രക്ഷിക്കാൻ ഭഗവാനല്ലാതെ മറ്റാർക്കും കഴിയില്ല. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു നോക്കി. ഏത് വഴിയാ പോകണ്ടെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ. ജീവിതത്തില് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്നറിയാം. എങ്കിലും അതൊക്കെ എങ്ങനെയാ തരണം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഭഗവാനെ. എല്ലാം ഈ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് കൈകൂപ്പി നിൽക്കാൻ മാത്രമേ എനിക്ക് ശേഷിയുള്ളൂ. രക്ഷിക്കണേ ഭഗവാന്. എല്ലാം അറിയുന്ന ഭഗവാന് ഈ പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കും. എല്ലാവരെയും ഇനിയും അധികം പരീക്ഷിക്കാതെ ആദർശേട്ടനെ രക്ഷിക്കണേ. കാത്തുകൊള്ളണേ ഭഗവാനെ. കൃഷ്ണ.
എവിടേക്കാ? ഞാൻ ദാ ഇവിടെ അടുത്ത് വരെ വന്നതാ. ആണോ? മീര എവിടെ പോയതാ? ഞാൻ കുടുംബക്ഷേത്രത്തിലൊന്ന് പോയതാ. മനസ്സിനൊരു സമാധാനവും ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഭഗവാന്റെ അടുത്ത് ഇരിക്കുമ്പോഴാ എല്ലാം മറന്ന് മനസ്സ് ഈശ്വരന്മാരിൽ മാത്രം അർപ്പിച്ച് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നത്. ഭഗവാന്റെ അടുത്തിരിക്കുമ്പോ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചാ പോരെ. ചിന്തകളല്ലേ മനസ്സിന്റെ ഭാരം കൂട്ടുന്നത്. ഓരോ ചിന്തകളും ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്ന പൂക്കളാക്കി മാറ്റുക. മനസ്സിന്റെ ഭാരം താനെ കുറയും. അതൊരു പ്രാർത്ഥനയായി മാറുകയും ചെയ്യും. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ പ്രാവർത്തികമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പൊ മൂന്നേട്ടൻ പറഞ്ഞത്. പരിശീലിച്ചാൽ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല മീര. പരിശ്രമിക്കൂ, പരിശീലിക്കൂ, ഉറപ്പായും സ്വായത്തമാകുമെന്ന് കേട്ടിട്ടില്ലേ? മീര കുടുംബക്ഷേത്രത്തിൽ ഒറ്റയ്ക്കാണോ പോയത്? ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ, ഭഗവാൻ എന്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നയാൾ മനസ്സിന്റെ വേദനകളെക്കുറിച്ച് വേവലാതിപ്പെടാനും പാടില്ല. എന്നെക്കുറിച്ച് ഓർത്തല്ല എന്റെ സങ്കടങ്ങൾ. ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുകയല്ലേ. എന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം ആലോചിച്ച് കിടന്നതുകൊണ്ടാവും ഞാൻ മുകുന്ദേട്ടനെ സ്വപ്നം കണ്ടത്. ആഹാ, മുകുന്ദേട്ടൻ എല്ലാത്തിനും ഒരു ഗുരുവിനെ പോലെ വന്ന് എനിക്ക് ഉത്തരങ്ങൾ തന്നു. അത് കൊള്ളാലോ. മനസ്സിന്റെ ഓരോ കളികളെ. മീരയ്ക്ക് ഓരോ പ്രതിസന്ധികളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നത് കൊണ്ടാണ് മീരയുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സബ് കോൺഷ്യസ് മൈൻഡ് എന്റെ രൂപത്തിൽ തന്നത് അല്ലേ? ആവോ, അറിയില്ല. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് മീര. അത് തേടാനോ കണ്ടെത്താനോ നമ്മൾ ശ്രമിക്കാത്തതാണ് പ്രശ്നം. അറിയില്ല മുകുന്ദേട്ടാ, ഓരോ ചിന്തകളും മനസ്സിന്റെ ഏകാഗ്രത ഇല്ലാതാക്കുക. അതുകൊണ്ടാവും കൃത്യമായ ഉത്തരങ്ങളിലേക്ക് മനസ്സിനെത്താൻ സാധിക്കാതെ വരുന്നതും. ആദർശേട്ടന്റെ നിരപരാധിത്വം നിയമത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അതിന് സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചതെന്നറിയണം. അതിനുവേണ്ടിയാ ഞാൻ അലയുന്നതും. ആദർശിനെ കണ്ട് മീര സംസാരിച്ചതല്ലേ? അതെ, ആദർശേട്ടൻ അവിടെ പോയതാ പ്രശ്നമായത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ദുവിനെ അവസാനമായി ജീവനോടെ കണ്ടിരിക്കുന്ന ആള് ആദർശേട്ടനാ. അപ്പോ ഇന്ദുവിന് എന്ത് സംഭവിച്ചുവെന്ന് ആദർശേട്ടൻ പറയണമെന്ന് അവര് പറയുന്നത്. മറ്റൊരാൾ ആ വീട്ടിൽ ചെന്നതിന് തെളിവുകളുമില്ല. കാലദോഷം കൊണ്ടാണ് ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്നതും ശിക്ഷ അനുഭവിക്കുന്നതും ഒക്കെ. എങ്കിലും അങ്ങനൊരു ദോഷം വരാൻ തക്ക കർമ്മം എന്തെങ്കിലും ആദർശ് ചെയ്തിട്ടുണ്ടാവും. ആ ദോഷത്തിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിയുമ്പോൾ ആദർശ് തിരികെ വരും. സത്യം ലോകം അറിയുകയും ചെയ്യും. മൂന്നേട്ടൻ പറയുന്നത് ശരിയാ. എന്നാലും തെറ്റ് ചെയ്തവര് ഇപ്പോഴും രക്ഷപ്പെട്ട് നടക്കല്ലേ. അവർക്കുള്ളത് കാലം അവർക്ക് കൊടുക്കാതിരിക്കില്ല. ഇതിനെക്കുറിച്ചെല്ലാം മൂന്നേട്ട സ്വപ്നത്തിൽ എനിക്ക് ഉത്തരം തന്നു. ആഹാ, ഇനി ഞാൻ മീരയുടെ അടുത്ത് നേരിട്ട് വരേണ്ട ആവശ്യമില്ലാന്ന് തോന്നല്ലോ. അങ്ങനെയല്ല, എന്റെ ഉള്ളിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയതുകൊണ്ട് പറഞ്ഞതാ. എങ്കിലും മുകുന്ദേട്ടനെ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും സന്തോഷമുള്ള കാര്യം തന്നെയാ. അല്ലാതെ എന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടിയല്ലല്ലോ മുകുന്ദേട്ടനെ കാണുന്നത്. ഒരു ഗുരുവായും സുഹൃത്തായും ജ്യേഷ്ഠനായും എല്ലാം മുകുന്ദേട്ടൻ എന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ എത്താറുണ്ടല്ലോ. അതൊക്കെ നിയോഗമോ നിമിത്തമോ ഒക്കെ ആയി കണ്ടാ മതി. അതെ. മുകുന്ദേട്ടന്റെ തിരക്കൊക്കെ എന്നാ കഴിയുന്നേ? എനിക്ക് ഇതുവരെ അമ്മയൊന്ന് പരിചയപ്പെടുത്തി തന്നില്ല. ആ, അമ്മ വൃന്ദാവനത്തിൽ പോയിരിക്കുക. ഒരു സംഘം തീർത്ഥാടനത്തിന് പോയപ്പോ ഞാൻ അമ്മയെ അവർക്കൊപ്പം അയച്ചു. എല്ലാം കണ്ടിട്ട് വരട്ടെ. നന്നായി. അമ്മയ്ക്ക് അതിനെല്ലാം ഭാഗ്യം ഉണ്ടായല്ലോ. മീരയ്ക്കും എല്ലാത്തിനും ഭാഗ്യം ഉണ്ടാവും. മീരയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. ഇപ്പൊ എനിക്കായിട്ട് ആഗ്രഹങ്ങളൊന്നും മനസ്സിലില്ല. ആദർശനെ രക്ഷിക്കണം, ആ ഒരു ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. അതെല്ലാം സാധിക്കും. മീര ധൈര്യമായിട്ട് പൊക്കോളൂ. ആ, ശരി. അമ്മ എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്? സുഭദ്രേച്ചിയെ കുറിച്ച് ആലോചിച്ചതാ. ആന്റിക്ക് എന്താ?
ചേച്ചിക്കൊന്നും ഉണ്ടെന്നല്ല, ചേച്ചി മീരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ആന്റിയെ കുറ്റം പറയാൻ പറ്റില്ല അമ്മേ. അങ്ങനെയല്ലേ അവളുടെ ആക്ടിങ്. അമ്മ തന്നെ ഇത്രയും നാൾ അവളുടെ അഭിനയം വിശ്വസിച്ച് അവളെ സപ്പോർട്ട് ചെയ്യാറുന്നില്ലേ? ഇപ്പോഴല്ലേ അമ്മയ്ക്ക് പോലും അവളുടെ തനി സ്വഭാവം മനസ്സിലായത്. അത് ശരിയാ. ആളുകൾ പലപ്പോഴും നമ്മൾ കാണുന്നത് പോലെ ആവില്ല. പുറമേ സ്നേഹം കാണിച്ച് ഉള്ളിൽ ചതിക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് കൂടുതലും. അതെ അമ്മേ, സത്യസന്ധമായി പെരുമാറുന്നവരെ ആർക്കും താല്പര്യമില്ല. മീരയെ പോലെ അഭിനയിക്കുന്നവരോടാണ് എല്ലാവർക്കും പ്രിയം. മീരയെക്കുറിച്ചുള്ള എന്റെ പല ധാരണകളും തെറ്റായിപ്പോയി.